കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഇനി എന്തിനാ ടെൻഷൻ? അവൾക്കിപ്പം നല്ല മാറ്റമില്ലേ? ഒരു പരിധിവരെ അവളിപ്പോ പഴയ വിദ്യ തന്നെ. അതൊക്കെ ശരിയാ, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? എന്റെ കുഞ്ഞിന്റെ ജീവിതം. ഒന്ന് സമാധാനിക്കേ, സാവകാശം എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്ന മനോജേട്ടൻ പറയുന്നത്? അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ സൂരജിന്റെ ചിന്തയാ. അവനാണെങ്കിൽ എവിടെയാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. എത്ര നാളിങ്ങനെ സൂരജിനെ പ്രതീക്ഷിച്ച് ഇവള് ജീവിക്കും? അവക്കൊരു ജീവിതം വേണ്ടേ? നാളെ വിശാലിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ ഈ വീട്ടില് വിദ്യക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടാവോ? എന്താ തന്നെ ഇപ്പോഴേ ഇതൊക്കെ ചിന്തിക്കുന്നേ? വിദ്യ വിവരവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടിയാ. അവൾക്ക് ജീവിക്കാൻ ആരുടെ ഔദാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എന്റെ മോൾക്ക് ഒരു കുടുംബവും ജീവിതവും വേണ്ടെന്നാണോ മനോജേട്ടൻ പറയുന്നത്? അങ്ങനല്ല, പക്ഷെ ഒരിക്കലും അവൾക്കിഷ്ടമല്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു വിടില്ല. വിദ്യ ആഗ്രഹിക്കുന്നത് സൂരജിനോടൊപ്പം ഉള്ളൊരു ജീവിതമാണ്. അവൻ തിരിച്ചു വരുന്ന മനോജേട്ടന് ഉറപ്പുണ്ടോ? സൂരജിന് എന്തെങ്കിലും ആപത്ത് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനകം അവൻ മടങ്ങി വരില്ലായിരുന്നു. സൂരജ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് വിദ്യ തന്നെ. അവൾക്ക് മറ്റൊരു ജീവിതം വേണ്ടെങ്കിൽ വേണ്ട. മനുഷ്യൻ എന്ത് വർത്താനായി പറയുന്നേ? എന്റെ മോളുടെ ജീവിതം അങ്ങനെ നശിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഭർത്താക്കന്മാര് മരിച്ച എത്രയോ സ്ത്രീകള് വീണ്ടും വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോഴാ പ്രേമിച്ചു എന്നും പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നത്. താൻ ആദ്യം അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്. ഒരു വലിയ ഷോക്കിൽ നിന്ന് നോർമൽ ലൈഫിലേക്ക് അവൾ വന്നതേ ഉള്ളൂ. അവളുടെ മനസ്സ് യാഥാർത്ഥ്യമായിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. പിന്നെ വിവാഹം എന്നതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ആ ഓർമ്മ തനിക്കും ഉണ്ടാവണം. മനോജേട്ടാ, ഞാനൊരു അമ്മയാ. എന്റെ മകളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അതൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിരല്ല എന്ന് കരുതി സൂരജിനെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ഇനിയുള്ള ജീവിതം നശിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല. എടോ, തന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. എനിക്ക് വിഷമമില്ലെന്നാണോ? നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അവൾ ഇത്രയും മാറിയില്ലേ? ഇനിയും മാറും. നമുക്ക് നമ്മുടെ പഴയ വിദ്യയെ തിരിച്ചു കിട്ടും. അതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതേ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കും. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വിചാരണ വേഗം തീർത്താ കൊള്ളായിരുന്നു. മോനെ, ഇന്ന് മീരയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിന്? അവർക്കൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കാണോന്നൊരു സംശയമുണ്ട്. അതെങ്ങനെയാ അവർക്ക് അങ്ങനെ ഒരു സംശയം വരുന്നത്? പതിവില്ലാത്ത രീതിയിൽ മീര അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് സംശയം തോന്നില്ലേ? നീ ജയിലിലായിരുന്ന സമയത്ത് പോലും മീര അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. അത് അമ്മ പറയരുത്. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് അമ്മയും അഭിയും കൂടി മീരയോട് വഴക്കിട്ട് അമ്മ തന്നെ മീരയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അപ്പോഴത്തെ ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ച കാര്യങ്ങളല്ലേ? ഓരോരുത്തരും ചെയ്യുന്നതിന് അവരവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് ചോദിക്കാൻ 4 ചുറ്റും ആള് കൂടും. അതെന്ത് മറിമായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, എല്ലാവരെയും എല്ലാം ബോധിപ്പിച്ച് ജീവിക്കാൻ നോക്കിയാ ഇങ്ങനെ പലതിനും ഉത്തരം നൽകേണ്ടി വരും. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കടാ, ആരും ഒന്നും ചോദിക്കില്ല. അബി, ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഒരു വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാ ആദർശ്. അല്ലാതെ തോന്നിയതുപോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളല്ല. ഇവനെ എല്ലാവരും കൂടി ടോർച്ചർ ചെയ്യുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത്. മനുഷ്യനായ കുറച്ച് സമാധാനം ജീവിതത്തിൽ കിട്ടണ്ടേ? അബി, ആർക്കും ഒന്നും മനസ്സിലാകില്ലെന്നും ഇവനും മീരയും തമ്മിൽ പിണക്കമുണ്ടെന്ന് ആരും കരുതില്ലെന്നും പറഞ്ഞ ഇവൻ അവളെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. അവിടുന്ന് ബീന വിളിച്ചിട്ട് പറഞ്ഞത് ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അതുടനെ സംസാരിച്ച് പരിഹരിക്കണമെന്നുമാ. ഇതൊക്കെ അമീരയുടെ കളിയല്ലേ അമ്മേ? അവൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വള്ളി പുള്ളി തെറ്റാതെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിലെന്താ തെറ്റ്? ഇവിടെ എന്താ സംഭവിച്ചോന്ന് മീര അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ മീരയുടെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞു വന്നതിന് ശേഷം അതല്ല സത്യമെന്നും മറ്റൊന്നാണ് നടന്നുവെന്നും മീര അവിടെ പറഞ്ഞാൽ പിന്നെ ഞാൻ കള്ളം പറഞ്ഞ ആളായില്ലേ? എന്റെ മോനെ, നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്? നീ പറഞ്ഞിട്ട് വന്നത് നുണയാണെന്ന് ഏത് സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നതിൽ എല്ലാവർക്കും സംശയം തോന്നിക്കോട്ടെ. എന്നാലും അത് മാറ്റി പറയേണ്ട കാര്യം മീരയ്ക്കില്ലല്ലോ. അവൾ അവസരത്തിനൊത്ത് എന്തും ഏത് രീതിയിലും മാറ്റി പറയുന്നവളാ. നിനക്കറിയാവുന്നതല്ലേ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അമ്മയും ആന്റി ഞാനും ഒക്കെ അറിഞ്ഞത് എങ്ങനെയാ? എങ്ങനെ? അവള് പറഞ്ഞു തന്നെയല്ല ഞങ്ങൾ അറിഞ്ഞത്. നീ ഓഫീസിൽ മീരയോട് ചെല്ലണ്ടെന്ന് പറഞ്ഞ കാര്യം എത്ര തന്ത്രപരമായിട്ടാ അവൾ ഇവിടെ അവതരിപ്പിച്ചതെന്ന് നിനക്കറിയോ? മീര ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അവൾ അടുക്കളയിൽ കയറട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഓഫീസിൽ പോകണ്ടേ, ഇവിടെ അടുക്കളയിൽ നിന്നാ മതിയൊന്ന് ചോദിച്ചപ്പോഴാ നീ മീരയോട് കുറച്ചു ദിവസം ഓഫീസിൽ ചെല്ലണ്ട എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവളിവിടെ അറിയിച്ചത്. ഇതൊക്കെ അവള് പ്ലാൻ ചെയ്ത് പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞാ ഇവിടെ ആരും വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അബി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാക്ക് നുണയുണ്ടെങ്കിൽ അമ്മ അത് പറ, അല്ലാതെ ഞാൻ വളച്ചൊടിച്ചു എന്നൊന്നും പറയരുത്. ഒരേ കാര്യത്തിൽ തന്നെ പല ആംഗിളിൽ നോക്കിയാ പല അർത്ഥങ്ങളുണ്ടാവും. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതേ നമ്മൾ എടുക്കാവൂ. അതെ, അതിൽ എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ പറഞ്ഞത്. ആയിരിക്കും, പക്ഷെ അതാണ് സത്യമെന്ന് വാശി പിടിക്കരുത്. മീര ഒരിക്കലും ഇവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അമ്മ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാൻ നിൽക്കണ്ട. മീരയുടെ കാര്യത്തിൽ എനിക്ക് ആദ്യം മുതലേ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മനസ്സ് തുറന്ന് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതിരുന്നത്. അവസാനം ഞാനൊന്ന് അടുത്തു തുടങ്ങിയപ്പോ ദേ വീണ്ടും അവളുടെ പഴയ സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങി. ആരെന്തൊക്കെ പറഞ്ഞാലും ആദർശ് പറഞ്ഞതാണ് ശരി. ഞാൻ ആദർശിനൊപ്പം ഉറച്ചു നിൽക്കും. എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്യും. അബി, വേണ്ടമ്മേ, ഇക്കാര്യത്തില് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. ഞാൻ സൂരജിന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ മുത്തച്ഛ. അപ്പൊ മുത്തച്ഛനെ കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. അത് നന്നായി. എനിക്കും മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. സൂരജിന്റെ കാര്യമെല്ലാം എല്ലാരും മറന്നുപോലെ എനിക്ക് തോന്നുന്നത്. ആരും ഇപ്പൊ സൂരജിനെ കുറിച്ച് അന്വേഷിക്കുകയോ എന്നോടൊന്നും പറയുകയോ ചെയ്യുന്നില്ല. ആരും സൂരജനെ മറന്നിട്ട് സംസാരിക്കാതിരിക്കുന്നതല്ല മോളെ. സൂരജന്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ മോളെ വിഷമിപ്പിക്കാതിരിക്കാൻ അക്കാര്യം ആരും മോളോട് സംസാരിക്കാത്തതാ. ഞാൻ സൂരജന്റെ വിവരം എന്തെങ്കിലും അറിയാൻ ആവുന്ന വിധത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും മറക്കാനോ വിട്ടുകളയാനോ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. മുത്തച്ഛ, എല്ലാവരും ഇത്രയും കാര്യമായി അന്വേഷിച്ചിട്ടും വിവരങ്ങളൊന്നും കിട്ടാത്തതെന്താ? ഒരാളെങ്ങനെ മിസ്സായ കണ്ടെത്താൻ ഒരു വഴിയുമില്ലേ? നമ്മുടെയൊക്കെ ഭാഗ്യദോഷം, അല്ലാതെ എന്തു പറയാനാ. എന്റെ കൂടെ സ്കൂളിലും കോളേജിലും പഠിച്ച കുറെ ഫ്രണ്ട്സ് ഇപ്പോ കർണാടകയിലെ പല സ്ഥലത്തും ഉണ്ട്. അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചും കോൾ ചെയ്തും വിവരം അറിയിച്ചിരുന്നു. അതിൽ പലർക്കും സൂരജിനെ അറിയാവുന്നതുവാ. എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. എല്ലാവർക്കും സൂരജ് എന്തോ കള്ളത്തരം കാണിച്ച് മാറി നിൽക്കുന്നു അഭിപ്രായോ. കുറച്ചുനാൾ മുമ്പ് വരെ സൂരജിന്റെ രീതികൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ടാണ് പലരും ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അതൊന്നും നമ്മൾ ഇവിടെ മുഖവിലേക്ക് എടുക്കണ്ട. സൂരജ് എന്തായാലും മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് വിദ്യമോള് വിഷമിക്കുന്നതൊന്നും അവൻ മനസ്സിൽ ചിന്തിക്കുക പോലുമില്ല. ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അത് കൈവിട്ടു പോകുന്നത് വലിയ സങ്കടമാ. വീട്ടിലെല്ലാവർക്കും സൂരജിന്റെ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പതിയെ എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തു പാപം ചെയ്തിട്ടാണോ ഇങ്ങനൊരു വിധി എനിക്കുണ്ടായതെന്ന് അറിയില്ല മുത്തച്ഛ. മോള് വിഷമിക്കാതെ. ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതും എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ല. ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് വേദന തന്നാലും
കുറെ കാലം കഴിയുമ്പോൾ അന്നിങ്ങനെ സംഭവിച്ചത് നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. ചിലപ്പോ അത് തിരിച്ചു സംഭവിക്കില്ലേ? സംഭവിക്കാം. ഭാവി എന്താണെന്ന് നമുക്കറിയില്ലേ മോളെ. അതെന്തായാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഉപദേശിക്കാനും തത്വങ്ങൾ പറയാനും ഒക്കെ എളുപ്പാ. പക്ഷേ ഓരോന്നും അനുഭവിക്കുമ്പോഴുള്ള മാനസിക വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. മുത്തച്ഛന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്ക് വന്ന എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ അധികം ആളുകളൊന്നും ഇല്ലല്ലോ. അതാ ഞാൻ ഇങ്ങനെയൊക്കെ മുത്തച്ഛനോട് പറയുന്നത്. മോള് പറഞ്ഞോളൂ. മനസ്സിലെ സങ്കടങ്ങൾ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. എല്ലാ ഉള്ളിലൊതുക്കി വിങ്ങി വിങ്ങി നിന്നാല് അത് കൂടുതൽ ദുഃഖങ്ങൾ തരികയുള്ളൂ. ഇനി മുത്തച്ഛൻ കർണാടകയിൽ പോകുമ്പോ ഞാനും കൂടി വരട്ടെ. വീട്ടിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. വിശാലേട്ടനോട് വരാൻ പറയാം. നമ്മൾ ചെന്ന് അന്വേഷിച്ച സൂരജിന്റെ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോളെ, ബീനെ ഇതുപോലെ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയുള്ള നാട്ടുകാർക്കാർക്കും നമ്മളോട് ഒരു സഹതാപവും ഇല്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവിടുന്ന് ആരെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇവിടെ വന്നാല് നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ ചെന്ന് ചോദിക്കുന്ന സമയത്തെങ്കിലും അവര് സൂരജിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്കിലും പറയില്ലേ? അതൊക്കെ പറയും. എന്നാൽ നമ്മൾ കേൾക്കുന്നതിൽ 99% നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയ ശേഷം നമ്മൾ പോയി തിരക്കുന്നത് പോലെയല്ല ഒന്നും അറിയാതെ പോകുന്നത്. ആരോടാ, എന്താ, എങ്ങനെയാ ചോദിക്കേണ്ടതെന്നും നമുക്കറിയില്ലല്ലോ. മോള് വിഷമിക്കാതെ. എല്ലാത്തിനും ഒരു പരിഹാരം അധികം താമസിയാതെ ഉണ്ടാകുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല മോളെ. മോളുടെ കണ്ണീരിനും സങ്കടത്തിനും എല്ലാം പരിഹാരം ഉണ്ടാവും. എന്തിനാ ആദർശേട്ടൻ എന്നോട് ഈ ദേഷ്യം? ശത്രുക്കളെ നോക്കുന്ന പോലെ ആദർശേട്ടൻ എന്നെ നോക്കുന്നത്. തന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് മീര. എന്റെ ഭാഗത്തുനിന്ന് ആദർശേട്ടന് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാൻ ഞാൻ തയ്യാറാ. എന്തൊക്കെ ഞാൻ ക്ഷമിക്കണോടോ? വീണ്ടും വീണ്ടും മനസമാധാനം കളയുന്ന കാര്യങ്ങളല്ലേ താൻ ചെയ്യുന്നത്? അതൊക്കെ ആദർശേട്ടന്റെ തോന്നലുകൾ മാത്രം. താൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാ തോന്നലുകളാവുന്നത്? ഇപ്പൊ തന്നെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ഞാൻ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നോളന്നല്ലേ? അല്ലാതെ നമ്മൾ തമ്മിൽ വഴക്കാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിന് ഞാനും ആരോടൊന്നും പറഞ്ഞിട്ടില്ല ആദർശേട്ടാ. വീണ്ടും വീണ്ടും നുണ പറയല്ലേ മീര. താൻ പറയാതെ ബാക്കിയുള്ളവർ എങ്ങനെ ഈ കാര്യം അറിയും? എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ മോശക്കാരനാക്കാനാണ് താൻ ശ്രമിക്കുന്നത്. എന്തിന്? ആദർശേട്ടന് മറ്റുള്ളവരെ കുറ്റം പറയുന്നോണ്ട് എനിക്ക് എന്താ ലാഭം? അത് പറയേണ്ടത് മീരയാണ്. നമുക്കിടയിൽ നമ്മൾ മാത്രം അറിയേണ്ട ഒരു കാര്യം എല്ലാവരെയും അറിയിച്ച് അതിന്റെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് താൻ എനിക്കാണ് പറഞ്ഞു തരേണ്ടത്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ? ഒരു കാര്യമില്ലാതെ ഞാൻ ഇത്രയും ദിവസം മാറി നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് കാരണം തിരക്കുന്നത് സാധാരണയല്ലേ? എത്രയെന്ന് പറഞ്ഞ ഞാൻ ഒഴിഞ്ഞു മാറുന്നേ? പലവട്ടം ചോദിച്ചിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവർക്കും ബുദ്ധിയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും. താൻ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന മണ്ടനല്ല ഞാനിപ്പോ. അത് മറക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദർശേട്ടന്റെ ഈ മാറ്റത്തിന്റെ കാരണം പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിനും എന്നെ മനസ്സിലാക്കി എനിക്കൊപ്പം നിൽക്കുന്ന ആളാ ഇപ്പൊ ഇങ്ങനെ. അത് ശരിയാണ്. കുറച്ചുനാൾ മുമ്പ് വരെ ഞാൻ മീരെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നു. പലരും തന്റെ ഭാഗത്തെ പല തെറ്റുകളും പറഞ്ഞു തന്നിട്ട് പോലും അതൊന്നും അംഗീകരിക്കാതെ ഞാൻ അവരോടൊക്കെ എതിർത്തു. പക്ഷേ ഇപ്പൊ തന്റെ യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായി. ആദർശേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആദർശേട്ടനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൊച്ചാക്കി സ്വയം ആളാവാൻ ഞാൻ നോക്കിയിട്ടുമില്ല. തന്റെ ഈ അഭിനയം ഇനി എന്റെ മുന്നിൽ ഇറക്കരുത് മീര. എന്റെ മനസ്സിൽ ചില അസ്വസ്ഥതകൾ തോന്നിയപ്പോ പരസ്പരം ഒന്ന് അകന്നു നിന്ന് അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങാന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ താൻ അതൊക്കെ നശിപ്പിച്ചു. എന്നെ ആളുകൾ മോശം പറയുമ്പോ എന്ത് സന്തോഷമാണോ തനിക്ക് കിട്ടുന്നത്? ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ആദർശേട്ടൻ. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി കുറ്റം പറയാൻ നോക്കിയിരിക്കുന്ന ആളോട് എനിക്കൊന്നും പറയാനുമില്ല. ഒന്നും പറയാനുണ്ടാവില്ല. അത് സ്വയം തെറ്റ് ചെയ്തെന്നുള്ള ബോധമുള്ളതുകൊണ്ടാ. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നേനോ അതിന് മാപ്പ് പറയുന്നേനോ എനിക്ക് മടിയില്ലെന്ന് ആദർശേട്ടൻ അറിയാലോ. അത് ഞാൻ പറയുകയും ചെയ്തതല്ലേ. ഇല്ല, എനിക്ക് തന്നെ അറിയില്ല മീര. ഞാൻ കരുതിയിരുന്ന ആളല്ല മീര ഇപ്പോ. എന്റെ വീട്ടില്, എന്റെ അമ്മയുടെ മുമ്പില്, സ്റ്റാഫുകളുടെ മുമ്പില്, എല്ലാവരുടെ മുമ്പിലും നീ എന്നെ നാണം കെടുത്തിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ തന്റെ വീട്ടുകാരുടെ മുമ്പിലും എന്നെ ഒരു ദുഷ്ടനാക്കി മാറ്റാൻ ശ്രമിക്കില്ലേ താൻ? ആദർശേട്ടാ പ്ലീസ്, പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനായിട്ട് നമുക്കിടയിലുള്ള ഒരു കാര്യവും ആരോടും പറഞ്ഞിട്ടില്ല. ഇതെങ്കിലും ഒന്ന് വിശ്വസിക്കുക. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് തന്നെ എനിക്ക് വിശ്വാസമാണെന്ന് വെറും വാക്ക് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം മീര മനസ്സിൽ വെച്ചോ, ഇനി നമുക്കിടയിലെ പ്രശ്നം ചോദ്യം ചെയ്യാനോ എന്നെ പഴിക്കാനോ ആരും എന്നെ തേടി വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഈ ആദർശന്റെ മറ്റൊരു മുഖം എല്ലാവരും കാണും. ഞാൻ കാരണം ആദർശേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നെ വിശ്വസിക്കാം. തന്നോടുള്ള വിശ്വാസമൊക്കെ എനിക്ക് എന്നേ നഷ്ടമായി. അതുകൊണ്ട് അത്തരം വർത്തമാനമൊന്നും വേണ്ട. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ആഹാ, വിദ്യമോളോ? വാ. മീര എവിടെ ആന്റി? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മീര അമ്പലത്തിലേക്ക് പോയതാ, ഇപ്പൊ വരും. ഹരിയങ്കളോ? ഹരിയെങ്കിൽ ഇവിടെ ഉണ്ട്. മോള് വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട ആന്റി. എന്തുണ്ട് മോളെ വിശേഷം? കുഴപ്പമില്ലെങ്കിലേ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ. സാവിത്രി അമ്മ? കുഴപ്പമില്ല, ഓക്കെയാണ്. വാ മോളിരിക്കും. മീര വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലേ? ആദർശേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ആണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? മീര എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, മീര ഒന്നും പറയുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. മീരയ്ക്കല്ലെങ്കിലും ഒന്നും തുറന്നു പറയുന്ന സ്വഭാവം ഇല്ലല്ലോ. മറ്റുള്ളവരെ കുറ്റം പറയേണ്ടി വന്നെങ്കിലോ എന്ന് കരുതിയാണ് മീര ഒന്നും പറയാത്തത്. എന്നാലും നമുക്ക് ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ. വിദ്യ പറയുന്നത് ശരിയാ. ആദർശും മീരയും തമ്മില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ആദർശ് തന്നെയാ മീര ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. മീര ആദ്യം ഞങ്ങളോടും ഒന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ പറയാതെ വേറെ വഴിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം പതിയെ പറഞ്ഞു. എല്ലാ ബന്ധങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിങ്ങനെ ആരോടും പറയാതിരുന്നാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ? എനിക്കൊരു സങ്കടം വന്നപ്പോ മീര ഓടി വന്ന് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. അതൊരു പ്രാവശ്യമല്ല, എത്രയോ തവണ മീര വന്നു. ഇതിപ്പോ മീരയോട് ചോദിച്ചിട്ടും അവളൊന്നും പറയാതിരിക്കുമ്പോ നമുക്ക് സങ്കടമല്ലേ? ആരെയും വിഷമിപ്പിക്കാതിരിക്കാനാ മീര ആരോടൊന്നും പറയാതിരിക്കുന്നത്. പക്ഷേ മീര നമ്മളിൽ നിന്നെല്ലാം മറയ്ക്കുന്നതാണ് നമ്മുടെ സങ്കടമെന്ന് മീര മനസ്സിലാക്കുന്നുമില്ല. വിദ്യ ഇപ്പൊ വന്നു. കുറച്ചു സമയമായി. ഞങ്ങള് മീരയുടെ കാര്യം തന്നെ സംസാരിച്ചിരിക്കുക. ഞാൻ ചോദിച്ചിട്ട് മീര ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ സംശയം സത്യമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് ഉറപ്പായി. അതിപ്പോ ഞാൻ എന്ത് പറയാനാ വിദ്യ? ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ചില സമയത്ത് സംഭവിക്കും. അത് കടന്നു പോകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷേ മീര അങ്ങനെ അല്ലല്ലോ എനിക്കൊരു പ്രശ്നം വന്നപ്പോ പറഞ്ഞത്. ഓരോ പ്രശ്നങ്ങൾക്കും
എങ്ങനെ പരിഹാരം കാണണമെന്ന് ചിന്തിച്ച് നമ്മൾ അത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ ചിന്തകൾ മാറാൻ ഡാൻസിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ചതൊക്കെ മറന്നുപോയോ? എല്ലാവരുടെയും പ്രശ്നങ്ങളും സങ്കടങ്ങളും തീർക്കാൻ മീരയ്ക്കറിയാം. പക്ഷേ സ്വന്തം പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ മീരയ്ക്ക് വയ്യ. അതിൽ മറ്റാരും ഇടപെടാനും സമ്മതിക്കില്ല. അങ്ങനെയല്ല ബീനാമേ, ഞാൻ പറയാതെ തന്നെ എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ കൂടുക ചെയ്യുന്നത്. ഞാൻ ആദർശേട്ടനെ കണ്ടിരുന്നു. ഞാൻ എല്ലാവരോടും ആദർശേട്ടനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുക്കാണെന്നാണ് ആദർശേട്ടൻ പറയുന്നത്.